ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, എനിക്കും ഫാമിലിക്കും സുഖം തന്നെ. ഞാൻ ജിദ്ദയിലാണല്ലോ ഉണ്ടായത്. ഇപ്പോൾ നാട്ടിൽ എത്തി കേട്ടോ. അൽഹംദുലില്ലാ, റബ്ബിൻ്റെ സഹായത്തോടു കൂടി ഒരു വിഷമമില്ലാതെ നാട്ടിലെത്തി. എല്ലാം തിരക്കായിരുന്നു. നമ്മുടെ കൂടെ തന്നെ അനിയത്തിയുടെ മകൻ വന്നിരുന്നു. അവൻ്റെ കല്യാണമായിരുന്നു. കല്യാണമെല്ലാം കഴിഞ്ഞു. വീഡിയോസും ഫോട്ടോസെല്ലാം ഞാൻ മെല്ലെ മെല്ലെ അപ്ലോഡ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഒരു വിഷമമില്ലാതെ മുഴുവൻ നോമ്പും പിടിക്കാനുള്ള ആരോഗ്യം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തരട്ടെ. ആമീൻ. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് റമദാൻ മുമ്പേ ചെയ്തു തീർത്ത കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. വീടും പരിസരമെല്ലാം ഒന്ന് ക്ലീനാക്കി. എപ്പോഴും ക്ലീനാക്കുന്നതാണല്ലോ, അതുപോലെ തന്നെ ഒന്നുകൂടി ക്ലീനാക്കി. ഇന്നത്തെ റെസിപ്പീസ് ഒന്നും തന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. രാവിലെ തന്നെ ചായ കുടിച്ച ഉടനെ തന്നെ പരിസരമാണ് വൃത്തിയാക്കിയത്. ചപ്പും ചവറുമെല്ലാം അടിച്ചുകൊട്ടി തീയിട്ടു. നന്നായി ഇലകളുണ്ടായിരുന്നു, അതുകൊണ്ട് അതെല്ലാം അടിച്ചു വാരി തീയിട്ടു. അതിനുശേഷം ഒരു ഗ്ലാസ് കട്ടൻ ചായ എല്ലാം കുടിച്ച്. ഇന്നലത്തെ വീഡിയോ ആണിത്. അപ്പോഴേ തന്നെ ബീഫ് കൊണ്ടുവന്നു. അങ്ങനെ ബീഫെല്ലാം കട്ട് ചെയ്ത് 4 ബോക്സിലാക്കി വെച്ചു. ആവശ്യത്തിന് എടുക്കാമല്ലോ. ബീഫ് ഇതേപോലെ ചെറിയ ചെറിയ ബോക്സുകളിൽ ആക്കിയിട്ടാണ് വെച്ചത്. പിന്നെ ഞാൻ റമദാനിൽ ഫുഡ് ഐറ്റംസ് ഒന്നും അധികം ഉണ്ടാക്കി വെക്കാറില്ല. അതെനിക്കും ഇഷ്ടമല്ല, വീട്ടിലുള്ളവർക്ക് ആർക്കും തന്നെ ഇഷ്ടമല്ല. പിന്നെ കാര്യമായി ഞാൻ ചെയ്യുന്നത് തേങ്ങ ചിരവുകയാണ്. അങ്ങനെ തേങ്ങ ചിരവിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അതിനിടയിൽ തന്നെ രാവിലെ തന്നെ ഒരു സിമ്പിളായി ചോറും കറിയും ഉണ്ടാക്കിയിരുന്നു. അതെല്ലാം ആയി വന്നതിന് ശേഷം വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങി. ആദ്യം തന്നെ മാറാലയാണ് തട്ടിയത്. അതിനുശേഷം അടിച്ചു വാരി. അങ്ങനെ ഓരോ റൂമും സെൻട്രലും എല്ലാം ക്ലീൻ ചെയ്തെടുത്തു. ജനലും എല്ലാം തുടച്ചെടുത്തു. പിന്നെ നമ്മുടെ റോഡ് സൈഡിലുള്ള വീടായതുകൊണ്ട് നല്ലവണ്ണം പൊടിയുണ്ടാകും. നമ്മളിപ്പോൾ പുതിയ വീടെടുക്കുന്നത് നന്ന റോഡ് സൈഡിനല്ല. റോഡുണ്ട്, പക്ഷേ ഇതേപോലെ റോഡ് സൈഡിനല്ല. അതുകൊണ്ട് നല്ലതാണ്. പിന്നെ കുട്ടികളുടെ എക്സാമെല്ലാം കുറച്ച് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് പുസ്തകമെല്ലാം ഒതുക്കി വെച്ചു. എല്ലാം ക്ലീൻ ചെയ്തു. ബെഡ്റൂമിലെ അലമാരയിൽ നിന്ന് തുണിയെല്ലാം വാരിയിട്ട് അതെല്ലാം മടക്കി വെച്ചു. അതെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം കിച്ചണിലേക്ക് വന്നു. കിച്ചണും അതേപോലെ തന്നെ അലമാരിയും അടുപ്പും എല്ലാം ക്ലീൻ ചെയ്തു. സ്റ്റൗ എല്ലാം ക്ലീൻ ചെയ്തു. ഫ്രിഡ്ജും ക്ലീൻ ചെയ്തു. അതൊന്നും ഞാൻ വീഡിയോയിൽ പിന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാമായി വന്നതിന് ശേഷമാണ് തുടച്ചെടുത്തത്. എല്ലാം തട്ടിയെടുക്കുമ്പോഴേക്കും നല്ല പൊടിയുണ്ടായിരുന്നു. അങ്ങനെ 2 വെള്ളത്തെ തുടച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ക്ലീനിങ് എല്ലാം ചെയ്തതിന് ശേഷം കുറച്ച് അലക്കാനുണ്ടായിരുന്നു. കർട്ടനും ബെഡ്ഷീറ്റും എല്ലാമാണ് അധികം ഉണ്ടായത്. പിന്നെ അതേപോലെ നമസ്കാരപ്പടം, നമസ്കാരക്കുപ്പായം അതെല്ലാം അതിനിടയിൽ തന്നെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയിരുന്നു. അതെല്ലാം വിരിച്ചെടുത്തു. എല്ലാം എന്നും ക്ലീൻ ചെയ്യും, പക്ഷേ നമ്മൾ റമദാനിന് കുറച്ച് മുമ്പേ എല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്യുമല്ലോ. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തു. അതിനുശേഷം രാവിലെ തന്നെ പത്തൻ്റെ അരി വാഷ് ചെയ്ത് അരിപ്പത്തട്ടിലിട്ടിരുന്നു. അങ്ങനെ അരി പൊടിക്കാനും കുറച്ച് സാധനവും വാങ്ങാനുമുണ്ട്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയി അതെല്ലാം കൊണ്ടുവന്നു. അതിനുശേഷം ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് മേലെ കയറിയത്. മേലെയും അതേപോലെ തന്നെ കർട്ടനെല്ലാം അഴിച്ചെടുത്തു. ബെഡ്ഷീറ്റെല്ലാം വിരിച്ചതെല്ലാം മാറ്റി പുതിയതായി വിരിച്ചെടുത്തു. അടിച്ചുവാരി തുടച്ചെടുക്കുകയും ചെയ്തു. കുറച്ച് ഇസ്തിരി ഇടാൻ വേണ്ടി ഉണ്ടായിരുന്നു, അത് ഇസ്തിരി ഇടുകയും ചെയ്തു. ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ ഫുൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. എല്ലാം കഴിഞ്ഞ് നമസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറേ അലക്കിയ തുണികളുണ്ടായിരുന്നു. അതെല്ലാം മടക്കിയെടുത്തു. ഇപ്പോൾ അലക്കിയെടുത്തത് തന്നെ ബെഡ്ഷീറ്റും കർട്ടനും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം മടക്കി വെച്ചു. വീട്ടിലെ ജോലി എത്ര എടുത്താലും തീരുകയില്ലല്ലോ. നാളെ ഞാൻ കുറച്ച് ഉന്നക്കായും കല്ലുമ്മക്കായും ഉണ്ടാക്കിയതും
പിന്നെ കുറച്ച് മസാലപ്പൊടികൾ ഉണ്ടാക്കിയെല്ലാം വീഡിയോ ആയിട്ട് വരാം. എൻ്റെ ഫേവറേറ്റാണ് ഉന്നക്കായ. അതുകൊണ്ട് ഉന്നക്കായ കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെക്കും. അത് പിന്നെ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ.